ഈ സയൻസ് സബ്ജക്റ്റുകളിൽ ആക്ച്വലി ഏറ്റവും ടഫായിട്ടുള്ളത് മാത്സ് ആണോ? ഈ ക്രിസ്മസ് എക്സാം കഴിഞ്ഞതോടുകൂടി ആൻസർ പേപ്പർ കിട്ടിയ സമയത്ത് ഒരുപാട് ആൾക്കാർക്ക് മാത്സിൽ മാർക്ക് കുറവാണ്. പണ്ടൊക്കെ എല്ലാവരും സിമ്പിളാണ് മാത്സിലാണ് ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ അത് നേരെ തല തിരിച്ചാ. മാത്സ് ആണ് ഇപ്പോൾ ഏറ്റവും മാർക്ക് സ്കോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യം. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല കേട്ടോ. മാത്സും ഇപ്പോഴും അപ്പോഴും എപ്പോഴും മാത്സ് മാർക്ക് സ്കോർ ചെയ്യാൻ നല്ല ഈസി തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ചോദ്യത്തിന്റെ ലെവലുകൾ കുറച്ചുകൂടി കൂടിയ സമയത്ത് ഒരുപാട് കുട്ടികൾക്ക് ആ ഒരു ലെവലിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല എന്നുള്ളതാണ്. ഞാൻ നിങ്ങളൊരിക്കലും കുറ്റം പറയുകയല്ല. എന്നാലും എൻ്റെ പരിചയത്തിൽ നല്ല മാർക്ക് സ്കോർ ചെയ്ത കുട്ടികളുണ്ട്. നിങ്ങളുടെ 60-ലുള്ള എക്സാമിൽ 60 സ്കോർ ചെയ്ത കുട്ടികളുണ്ട്, 59, 58, 57 ഒക്കെ സ്കോർ ചെയ്ത കുട്ടികളുണ്ട്. അപ്പൊ ഈ കുട്ടികൾ നിങ്ങളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ ഇനി പറയാൻ പോകുന്ന 3 കാര്യങ്ങളാണ്. നിങ്ങൾക്കും നല്ല മാർക്കിലേക്കോ അല്ലെങ്കിൽ A+ലേക്കോ ഫുൾ മാർക്കിലേക്കോ ഒക്കെ എത്താൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്തിരിക്കേണ്ട ഒരു 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ്. പക്ഷെ നിങ്ങൾ ചെയ്യുന്നില്ല, നല്ല മാർക്ക് കിട്ടിയ കുട്ടികൾ ചെയ്യുന്നു എന്നതാണ് അതിന്റെ വ്യത്യാസം. നിങ്ങൾ ഈ 3 കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് നല്ലൊരു മാറ്റം ഫീൽ ചെയ്യും. ഇനി പബ്ലിക് എക്സാമിന് അതിന് മാത്രം ദിവസങ്ങളൊന്നും ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഒരു ചാപ്റ്ററിന്റെ കണ്ടന്റും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് സെറ്റ് ആയിരിക്കും. ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും. പക്ഷേ ഒരു ചോദ്യം വന്നാൽ അതെങ്ങനെ അപ്ലൈ ചെയ്യണമെന്ന് അറിയില്ല. അതിനുള്ള പ്രധാന പ്രശ്നം കൺസെപ്റ്റ് ഇല്ല എന്നുള്ളതാണ്. ഇക്വേഷൻ പഠിച്ചു എന്നുള്ളത് കൊണ്ട് അത് എവിടെ യൂസ് ചെയ്യും എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾക്കില്ലെങ്കിൽ കാര്യം മൊത്തം പ്രശ്നമാണ്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം കണ്ടന്റിനേക്കാളും കൂടുതൽ കൺസെപ്റ്റ് സെറ്റ് ആക്കുക. രണ്ടാമത്തത് NCERT ക്വസ്റ്റ്യൻ, എക്സസൈസും എക്സാമ്പിൾസും മിസലേനിയസും ഉണ്ട്. എക്സാമ്പിൾസ് ടെക്സ്റ്റ് തന്നെ സോൾവ് ചെയ്ത ക്വസ്റ്റ്യൻസ്, എക്സസൈസ് സോൾവ് ചെയ്യാത്ത ക്വസ്റ്റ്യൻസ്, മിസലേനിയസ് ക്വസ്റ്റ്യൻസ് നിന്ന് ഇത്തവണത്തെ എക്സാമിന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്, നിങ്ങൾക്കറിയാം. ആൻഡ് ഇത് 3 നിങ്ങൾ സോൾവ് ചെയ്തിരിക്കണം. മൂന്നാമത്തത്, ഇത് സോൾവ് ചെയ്യുന്നതോടുകൂടി നിങ്ങൾ ആ ചാപ്റ്ററിൽ എല്ലാ കാര്യങ്ങളും സെറ്റ് ആവും, ഡോണ്ട് വറി. മൂന്നാമത്തത് റിവിഷൻ ആണ്. റിവിഷൻ ചെയ്യുന്ന സമയത്ത് പലർക്കും എക്സാം എഴുതുന്ന സമയത്തുള്ള ഒരു പ്രധാന പ്രശ്നം, എക്സാം എഴുതുമ്പോൾ ഒരു ചോദ്യത്തിന് 4 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ നിങ്ങൾ പകുതി എത്തുമ്പോൾ സ്റ്റെക്കായി പോകും. അപ്പോൾ 2 മാർക്കേ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും. പകുതി ആൻസർ ഇല്ലാത്തത് കൊണ്ട് 2 മാർക്ക് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് റിവിഷൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായിട്ട് എഴുതി പഠിക്കുക. ടഫായുള്ള ചോദ്യങ്ങൾ എന്തായാലും ചെയ്ത് പഠിക്കണം. എക്സാം ഹാളിൽ എത്തിയാൽ അത് എഴുതാമെന്നുള്ള ആ ഒരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അത് നല്ലതല്ല. കൃത്യമായിട്ട് ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ അത് വളരെ ബെറ്റർ. ഓക്കെ, അപ്പോൾ ഈ 3 ടിപ്പുകളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക. അതിനുള്ളൊരു മാറ്റം നിങ്ങൾക്ക് കാണാൻ പറ്റും.